ഹായ് ഫ്രണ്ട്സ്, 5/5/2025 നടന്ന അക്കൗണ്ടസ്റ്റ് ഹയർ പാർട്ട് 2 പേപ്പർ 3യുടെ KSR എക്സാമിൻ്റെ 86 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ആൻസർ റോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നത്, PSC ആൻസർ തരാത്തത്, അങ്ങനെയുള്ളത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ PSC എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുക. കറക്റ്റായിട്ട് അറിയുന്ന ആൻസറുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക. പരമാവധി നെഗറ്റീവ് മാർക്ക് വരാതെ ആൻസറുകൾ എൻട്രി ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. The minimum period of barring of increment without cumulative effect is option A 3 months, option B 6 months, option C 1 year, option D no such specific period. Correct answer is option A 3 months. What is the maximum rate of special allowance that can be granted to an officer for holding full additional charge for 74 days from 1st May 2024? Option A 2% of the minimum of the scale of pay of the additional post. Option B 4% of the minimum of the scale of pay of the additional post. Option C 2% of his basic pay. Option D 4% of his basic pay. Correct answer is option B 4% of the minimum of the scale of pay of the additional post. ഈ ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ കണ്ടിട്ടുള്ളതാണ്. ഈ അഡീഷണൽ ചാർജിൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് ചോദിക്കുന്നതായിരിക്കും. Next question. For claiming traveling allowance, an officer after retirement should perform his journey to his home within option A 3 months, option B 6 months, option C 1 year, option D no such time limit. Correct answer is option C 1 year. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 2 റൂൾ 99A ജേർണി ഓഫ് ആൻ ഓഫീസർ ആഫ്റ്റർ റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് 99A 3 ആയിട്ട് പറയുന്നുണ്ട്. ദ ജേർണി ഷാൽ ബി പെർഫോംഡ് വിത്തിൻ 1 year ഓഫ് ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. അതുപോലെ തന്നെ അവിടുന്ന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ട്രാവലിംഗ് അലവൻസ് അഡ്വാൻസ് ഈസ് അലൗഡ്. ഇറ്റ് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു 75% ഓഫ് ദി ട്രാവലിംഗ് അലവൻസ് അഡ്മിസിബിൾ ഫോർ ദ ജേർണി ആൻഡ് എ ഡിക്ലറേഷൻ ഷുഡ് ബി ഒബ്റ്റൈൻഡ് ഫ്രം ദി ഗവൺമെന്റ് സർവൻറ്റ് ഗിവിംഗ് ഹിസ് കൺസെന്റ് ഫോർ റിക്കവറി ഫ്രം ഹിസ് പെൻഷൻ. ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടുന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ജേർണി പെർഫോം ചെയ്യുന്നത് വിതിൻ 1 year ആയിരിക്കണം. റിട്ടയർമെൻറ്റിന് ശേഷം 1 yearൻ്റെ ഉള്ളിൽ ജേർണി നടത്തിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 75% ആണ് ട്രാവലിംഗ് അലവൻസ് അഡ്വാൻസ് ആയിട്ട് ലഭിക്കുക. ട്രാവലിംഗ് അലവൻസ് ലഭിക്കുന്നത് വിത്തിൻ ദ സ്റ്റേറ്റ് ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് ട്രാവൽ ചെയ്യാനോ ഉള്ള ട്രാവലിംഗ് അലവൻസ് ആണ് ലഭിക്കുക. ട്രാവലിംഗ് അലവൻസ് വിൽ ബി അലൗഡ് ടു ആൻ ഓഫീസർ ഓൺ റിട്ടയർമെന്റ് to enable him to proceed to any place within or outside the state where he proposed to settle down after retirement. ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം എവിടെയാണോ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്, വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്, അങ്ങനെ താമസിക്കാൻ പോകുമ്പോൾ വിത്തിൻ 1 year അദ്ദേഹത്തിന് ട്രാവലിംഗ് അലവൻസ് ലഭിക്കും. ട്രാവലിംഗ് അലവൻസിൻ്റെ അഡ്വാൻസ് 75% ആണ്. Next question. An officer while on tour was provided with free lodging only. Then the admissible rate of daily allowance. Option A 1/4, option B 1/2, option C 3/4, option D 2/3. Correct answer is option D 2/3. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 2 റൂൾ 39 ഇവിടെ പറയുന്നുണ്ട്, ഫ്രീ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് ആണെങ്കിൽ 1/4 DA ആണ് ലഭിക്കുക. ബോർഡിങ് ഫ്രീ ആണെങ്കിൽ 1/2
DA ആണ് അഡ്മിസിബിൾ. അതായത് ബോർഡിങ് ഫ്രീ ആണെങ്കിൽ ഹാഫ് ഡെയിലി അലവൻസ് ആണ് ലഭിക്കുക. ഓർത്ത് വെക്കാൻ ബിഹാഫ് എന്ന് പറയുന്നത് ആലോചിച്ച് വെച്ചാൽ മതി. അതായത് ബി വരുമ്പോൾ, അതായത് ബോർഡിങ് വരുമ്പോൾ ഹാഫ് ആയിരിക്കും. ഇനി ലോഡ്ജിങ് ആണ് ഫ്രീ എങ്കിൽ 2/3 ആയിരിക്കും ഡെയിലി അലവൻസ് ലഭിക്കുക. നമ്മളൊരു ചാർട്ടൊക്കെ ആയിട്ട് എഴുതി പഠിച്ചിട്ടുണ്ട്. While on tour is provided with free boarding and lodging, may draw only 1/4 of the daily allowance admissible to him. If only boarding is provided free to such an officer, he may draw daily allowance at 1/2 of admissible rate. If only lodging is provided free, he may draw daily allowance at 2/3 of the admissible rate. Next question. Work establishment employees absorbed in regular establishment will be allowed to count dash percentage of the work establishment service for the purpose of pension. Option A 25, option B 50, option C 100, option D none of the above. Correct answer is option B 50. ഈ ഭാഗം എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവുന്നതാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 2 പാർട്ട് 3 റൂൾ 14 ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭാഗത്താണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. 14A പറയുന്നത് കണ്ടിജന്റ് എംപ്ലോയീസ് അബ്സോർബ്ഡ് ഇൻ റെഗുലർ എസ്റ്റാബ്ലിഷ്മെന്റ് വിൽ ബി അലൗഡ് ടു കൗണ്ട് 50% ഓഫ് ദി കണ്ടിജൻസി സർവീസ് ഫോർ ദ പർപ്പസ് ഓഫ് പെൻഷൻ. അതുപോലെ തന്നെ 14C പറയുന്നത് 50% ഓഫ് ദി ഇടവകായി സർവീസ് ഓഫ് പേഴ്സൺസ് അബ്സോർബ്ഡ് ഇൻ ഗവൺമെന്റ് സർവീസ് വിൽ ബി കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് പെൻഷൻ. ഇത് ഒരുവിധ എല്ലാ എക്സാമിനും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 50% ഓഫ് ദി കണ്ടിന്യൂസ് സർവീസ് ഓഫ് ദി എംപ്ലോയീസ് അണ്ടർ ദ ഡിസ്ട്രിക്ട് സോൾജിയേഴ്സ് സെയിലേഴ്സ് ആൻഡ് എയർമെൻസ് ബോർഡ്സ് prior to 1st March 1964 absorbed into regular establishment will be counted for the purpose of pension. Next question. Government employees are classified into dash grades of the purpose of travelling allowance. Option A 1, option B 2, option C 3, option D 4. Correct answer is option D 4. KSR വോളിയം 1 പാർട്ട് 2 ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓഫീസേഴ്സിനെ ഗ്രേഡുകളാക്കിയാണ് ട്രാവലിംഗ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തിരിച്ചിരിക്കുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അത് പേയുടെ അനുസരിച്ചിട്ടാണ് അത് തിരിച്ചിട്ടുള്ളത്. ഗ്രേഡ് 2 ഗ്രേഡ് 2A എന്നും ഗ്രേഡ് 2B എന്നും ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആക്ച്വൽ പേ നോക്കാതെ തന്നെ ഗ്രേഡ് 1 ഓഫീസേഴ്സ്, അതായത് ഓൾ പ്രൈവറ്റ് സെക്രട്ടറീസ് ടു മിനിസ്റ്റേഴ്സ് ആൻഡ് പ്രൈവറ്റ് സെക്രട്ടറീസ് ടു ദി സ്പീക്കർ വിൽ ബി ട്രീറ്റഡ് ആസ് ഗ്രേഡ് 1 ഓഫീസർ. അതുപോലെ തന്നെ ട്രാവലിംഗ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണറെ അക്കമ്പനി ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വൈസേഴ്സ് ഓർ മിനിസ്റ്റേഴ്സ് ഓൺ ടൂർ അവരെ കൂടെ ട്രാവൽ ചെയ്യുന്ന നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിനെ ലാസ്റ്റ് ഗ്രേഡ് ഒഴികെയുള്ള ഓഫീസേഴ്സിനെയൊക്കെ ട്രീറ്റഡ് ആസ് ഗ്രേഡ് 2B ഓഫീസർ ആയിട്ടാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ആക്ച്വൽ പേ. The term emoluments for the purpose of calculation of gratuity will be include dash on the date of retirement. Option A basic pay and dearness allowance. Option B basic pay, dearness allowance and HRA. Option C basic pay only. Option D none of the above. Correct answer is option A basic pay and dearness allowance. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 2 പാർട്ട് 3 റൂൾ 62 നോട്ട് 6 ആയിട്ടാണ്. The term emoluments for the purpose of calculation of gratuity will include basic pay and dearness allowance on the date of retirement. ലാസ്റ്റ് ഭാഗമായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും 1 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും വായിച്ചിരിക്കണം. അതിൽ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുകയും വേണം. When an officer is compulsorily recalled
to duty before the expiry of his leave and the leave is thereby curtailed by not less than dash, he is entitled to draw mileage allowance for the journey from the place at which the order of recall reaches him. Option A 2 weeks, option B 1 month, option C 2 months, option D none of the above. Correct answer is option B 1 month. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 2 റൂൾ 82A When an officer is compulsorily recalled to duty before the expiry of his leave and the leave is thereby curtailed by not less than 1 month, he is entitled to draw mileage allowance for the journey from the place at which the order of recall reaches him. Continuous ആയിട്ട് പറയുന്നുണ്ട്, the period by which the leave is curtailed is less than a month. Mileage allowance may be allowed at the discretion of the authority recalling the officer. Next question. No earned leave shall be admissible to such an officer in a vacation department in respect of the first dash of his service. Option A 6 months, option B 1 year, option C 2 years, option D no such limit. Correct answer is option B 1 year. KSR വോളിയം 1 പാർട്ട് 1 റൂൾ 86 ആയിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അറിയുന്ന കാര്യമാണ്, ഏൺ ലീവ് സർവീസിൻ്റെ ഫസ്റ്റ് ഇയറിൽ 1/22 എന്ന രീതിക്കാണ് ലഭിക്കുക. സെക്കൻഡ് ഇയറിലും അതേപോലെ തന്നെ 1/22. തേർഡ് ഇയർ ആവുമ്പോഴത്തേക്കും അത് 1/11 ആവും. തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ടോട്ടൽ 100 ലീവ്സ് ആയിട്ട് ഏൺ ലീവ്സ് ആയിട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ വെക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് ഇയറിൽ ഏൺ ലീവ് ലഭിക്കില്ല. അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നോ ഏൺ ലീവ് ഷാൽ ബി അഡ്മിസിബിൾ ടു സച്ച് ആൻ ഓഫീസർ ഇൻ എ വെക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഫസ്റ്റ് ഇയർ ഓഫ് ഹിസ് സർവീസ്. റൂൾ 86. No employee shall ordinarily be retired on ground of ineffectiveness if in any event he would be retiring on superannuation within a period of dash from the date of consideration of his case. Option A 3 months, option B 6 months, option C 1 year, option D none of the above. Correct answer is option C 1 year. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 2 പാർട്ട് 3 റൂൾ 56A 56A D ആയിട്ട് പറയുന്നുണ്ട്. നോ എംപ്ലോയി ഷാൽ ഓർഡിനറിലി ബി റിട്ടയർഡ് ഓൺ ഗ്രൗണ്ട് ഓഫ് ഇൻഎഫക്റ്റീവ്നെസ് ഇഫ് ഇൻ എനി ഇവന്റ് ഹി വുഡ് ബി റിട്ടയറിംഗ് ഓൺ സൂപ്പറാനുവേഷൻ വിത്തിൻ എ പീരിയഡ് ഓഫ് 1 year from the date of consideration of his case. Next question. A senior superintendent in General Education Department was drawing a pay rupees 89,000 with effect from 1st July 2023 and rupees 93,400 with effect from 1st February 2024. Retired from service on 31st May 2024. His average emolument would be rupees. Option A 90,000 and 740. Option B 90,000 and 750. Option C 90,000 and 760. Option D none of the above. Correct answer is option C 90,000 and 760. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആവറേജ് എമോളുമെൻറ്റ്സ് എത്രയാണെന്നാണ്. ആവറേജ് എമോളുമെൻറ്റ്സ് റിട്ടയർഡ് ആവാൻ പോകുന്ന ആളുടെ ആവറേജ് എമോളുമെൻറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ 10 months സാലറിയുടെ ആവറേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ സാലറി ജൂലൈ മാസം 2023 തൊട്ടിട്ട് ജാനുവരി 2024 വരെ അദ്ദേഹത്തിൻ്റെ സാലറി 89,000 രൂപയാണ്. അതായത് 6 മാസത്തെ സാലറി 89,000 രൂപ ഇൻറ്റു 6, അത്
5,34,000 എന്ന് ലഭിക്കും. അതിനുശേഷം വരുന്ന 4 മാസം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അദ്ദേഹം മെയ് 31 ഇവിടെ റിട്ടയർഡ് ആവാന്ന് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 4 മാസത്തെ സാലറി 4 × 93,400 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3,73,600 ആണ്. ആ 10 മാസത്തെ സാലറി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 5,34,000 പ്ലസ് 3,73,600 അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9,07,600 ആണ്. ഇത് 10 മാസത്തെ സാലറിയാണ്. നമുക്ക് ആവറേജ് എമോളുമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഒരു മാസത്തേത് കണ്ടുപിടിക്കണം. അപ്പോൾ അതെന്ന് പറയുന്നത് 90,760 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ എല്ലാവരും ഡയറക്റ്റുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസറുകൾ പെട്ടെന്ന് എഴുതുക. പിന്നെ കാൽക്കുലേഷൻ വരുന്ന ആൻസേഴ്സൊക്കെ എഴുതുക. ഓൺലൈനിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ ആൻസർ കറക്റ്റായിട്ടുള്ളത് അറിയുന്നത് ആൻസർ അപ്പം തന്നെ എഴുതാനും, പിന്നെ ഡൗട്ടുള്ളത് പിന്നത്തേക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ മാർക്ക് ചെയ്തു വെക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, 40 മാർക്ക് മതി ജയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അറിയുന്ന ആൻസറുകൾ മാത്രം നിങ്ങൾ എഴുതുക. താങ്ക്സ് ഫോർ വാച്ചിങ്.